And we have Vidya Shankar with us. Karthik, congratulations for your film. It's lovely to see that you have created a prequel. Channel. ഇന്റർനാഷണൽ നമുക്ക് ജനറൽ കണ്ണൂർക്കാരെ ഫുഡൊക്കെ അടിപൊളിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂരെത്തി കോഴിക്കോട് ജേണി സ്റ്റാർട്ട് ചെയ്താണ്. നമ്മൾ നേരെ പോകുന്നത് ഗോവ 55ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ്. അതെ, അതിലൊരു വർഷം നമ്മുടെ സിനിമ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് പോകാൻ പറ്റില്ല. വരും അത് 10 പോട്ടിട്ടോ. അപ്പോൾ ഫുഡാണ്, അടിപൊളി ഫുഡ്. നമുക്ക് നമ്മൾ കണ്ണൂരത്തെ പ്രൊഡ്യൂസർ ഇജാസ്ക കൊടുത്തു. കണ്ണൂരിന്റെ മുത്തുമണി ചക്കര. ഐ ലവ് യു. കരീക സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്തോളി ചാനൽ. ഇജാസ്ക അടിപൊളി, ഒരു രക്ഷയല്ല, കിട്ടില്ല ഫുഡ്. ഇത് ഒക്കെ കുറച്ച് അങ്ങോട്ടും കൂടി ഇട്ടോളി. അടിപൊളി സൂപ്പർ ജാസ്ക, ഒരു രക്ഷയില്ല. പറയല്ല, സ്പെഷ്യൽ ആയിട്ട് ഐ ലവ് യു ജാസ്ക. ഞാനും ഞങ്ങൾ കഴിക്കട്ടോ, എന്നിട്ട് കാണാം. ഓക്കെ, കണ്ണൂർക്കാരെ ഫുഡൊക്കെ അടിപൊളിയാണ്. കണ്ണൂരിയൻസ് ഐ ലവ് യു. ചിക്കൻ ഒക്കെ ഉണ്ട്. ഒന്നില് ബീഫും പൊറാട്ടയും, ഒന്നില് ബോട്ടിയും പൊറാട്ടയും, ഒന്നില് ചിക്കനും പൊറാട്ടയും. ഇതിലും ഫുഡ് കണ്ണൂരെ. കണ്ണൂർ നല്ല കുട്ടികളുടെ നമുക്ക് കല്യാണം കഴിക്കാം. അതാ മുതലാവുള്ളൂ. കാരണം ഇങ്ങനെ ഫുഡ് തന്നെയാണ്. 3 ഗ്ലാസുണ്ട് കട്ടാൻ. പിന്നെ ഫുഡൊക്കെ അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ചാണ്ട് ഇങ്ങനെ പോവാണ്. വീഡിയോ എടുക്കാൻ വയ്യ. അപ്പൊ ഇനി നാളെ കാണാം. ഓക്കെ, ഗോവയിലെത്തി. ടയസ്റ്റോണാണ് വീഡിയോ എടുക്കാൻ പറ്റാ. ഓക്കെ, നമ്മൾ ഗോവയിലെത്തി. മഡ്ഗോവ ഇന്റർനാഷണൽ മഡ്ഗോവയിലെത്തി. ഓക്കെ, അപ്പൊ നമ്മൾ ചെക്കന്മാർ മുന്നിലുണ്ട്. പിന്നെ നമ്മൾ നേരെ ഇവിടുന്ന് തിവിയും പോയിട്ടാണ്. അവിടെ നമ്മളെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. തിവിയിൽ നിന്ന് നമ്മൾ നേരെ ഇനി അങ്ങനെ പോകും. ഓക്കെ, ആണ് ഗോവയുടെ എയർപോർട്ട് കേട്ടോ. ഗോവയിൽ ഒരുപാട് എയർപോർട്ടുകൾ, സോറി റെയിൽവേ സ്റ്റേഷൻ, ഒരുപാട് റെയിൽവേ സ്റ്റേഷൻ. ഇത് നമ്മളെ ഫ്രണ്ട് സുഹൃത്ത് മനോബ്. ഓക്കെ, അപ്പോൾ നമ്മളെ ഫോണുണ്ടോ ചാർജിങ്ങിലാണ്. ഈ വണ്ടി ഇപ്പോൾ പോവും. അതിന് ബ്ലോഗ് എടുത്തു കഴിഞ്ഞാൽ മുഞ്ചും. ഗോവയിൽ ഇപ്പോൾ സമയത്ത് 6 മണിയായി കേട്ടോ. നമ്മളിവിടെ ഒരു 4 സംതിങ്ങിന് എത്തിയിട്ടുണ്ട്. നമ്മൾക്ക് ഇനി ഇവിടുന്ന് തിരുവിക്ക് ജനറൽ കമ്പാർട്ട്മെന്റിലാണ് പോണത്. എന്നിട്ട് നമ്മൾ AC യിലാണ് വന്നത്. ഒക്കെ പാക്കേജ് ഇട്ടുന്ന ആൾക്കാരൊക്കെ അല്ലേ വേണ്ട. ഇപ്പം നമ്മൾ പാക്കേജിലൊന്നുമില്ല. ഈ ഒരു ദിവസങ്ങളിൽ നമ്മൾ വെറും ഇതാണ്. നിങ്ങൾക്ക് പാക്കേജ് വേണമെങ്കിൽ വിളിച്ചോണ്ടു, നമുക്ക് സെറ്റാക്കി തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് പോവാണ്. ട്രെയിൻ ഇറങ്ങാൻ വേണ്ടി പോകണം. നമ്മളെ ചെക്കന്മാർ മുന്നിലുണ്ട്. നമ്മളിത് ജനറൽ കമ്പാർട്ട്മെന്റ് എങ്ങനെ തിരിച്ചറിയാമോ? അതായത് ജനറൽ കമ്പാർട്ട്മെന്റ് തന്നെ പല രീതിയിലുണ്ട് കേട്ടോ. അതിൽ 6 എന്നുണ്ടെങ്കിൽ റിസർവ്ഡ് കോച്ച് ഉണ്ട് കേട്ടോ. UR, അതായത് അൺറിസർവ്ഡ് കോച്ച്. ഇതിനുള്ളിൽ കയറാം. അവിടെ സീറ്റ് ഉണ്ട്. ഇവിടെ കുറെ ആൾക്കാരുണ്ട്. നമ്മൾ മഡ്ഗോവ സ്റ്റേഷൻ. ഓക്കെ, കമോൺ. ഇവിടെ സീറ്റ് ഉണ്ടോ? വാ, ഇവിടെ സീറ്റ് ഉണ്ട്. വാ, നമുക്ക് ജനറൽ കമ്പാർട്ട്മെന്റ് നല്ല വൃത്തിയുള്ള ട്രെയിനാണ് കേട്ടോ. ഈ നേത്രാവതിയാണോ? ഓക്കെ, പിന്നെ ഒന്ന് പോകുമ്പോഴുള്ള വഴിയിലെ ഓരോ കാഴ്ചകളൊക്കെ. ഓക്കെ, സെറ്റല്ലേ? ജെസ്സിയുടെ ഇവിടുന്ന് ഇങ്ങനെ വണ്ടി എടുത്തിട്ടു സുഹൃത്തുക്കളെ. നമ്മൾ നേരെ ഇനി ഇങ്ങനെ പോവാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വിഷ്വൽസ് ഒക്കെ എടുത്താണ് ഇങ്ങനെ പോവാം. സെറ്റല്ലേ മനോ? 2 വാക്ക് സംസാരിക്കൂ. അടിപൊളിയാണ്. എന്താ പറയാ, ഒരു സമാധാനം. നവംബറല്ലേ? സെറ്റല്ലേ? ഓ, ഇത് സജിൽ മമ്പാട്.
ഇത് ജസീൻ ജസീൽ. ജസീൻ ക്യാമറാമാനാണ്, സിനിമാറ്റോഗ്രാഫറാണ് ഫിലിമിൽ. ഓക്കെ, ഇത് ഡയറക്ടറാണ് സജിൽ. ഓക്കെ, കടകൻ സിനിമയുടെ ഡയറക്ടറാണ്. കാടോരം, ഓറ, അങ്ങനെ ഒരുപാട് സിനിമകൾ വരും, ലിസ്റ്റുകൾ വരാനുണ്ട്. ഇത് മനൂപ് ആക്ടറാണ്, അസിസ്റ്റന്റ് ഡയറക്ടറാണ്, കണ്ടന്റ് ക്രിയേറ്ററാണ്, എല്ലാമാണ്. കണ്ണിലുണ്ണിയാണ്. പിന്നെ ഇത് ഷഫീഖ് അലി, ഇത് ഞാനാണ്. ഇത് സ്വന്തം ഷഫീഖ് അലി, ഒന്നും പറയാനില്ല. ഒരുപാട് ഓക്കെ, പിന്നെ പറയാം. അപ്പോ നമ്മൾ നേരെ നമ്മളെ കുറിച്ച് പറയാനുണ്ട്, നമ്മളെ കുറിച്ച് പറയണില്ല, നമ്മൾ വരും സിനിമ. ഓരോ കാര്യം പറയാം. ഒന്നുമില്ല, ഒരു കാര്യം പറയില്ല. നമ്മൾ തിവിം റെയിൽവേ സ്റ്റേഷനിൽ എത്തിട്ടോ. ഇതാണ് തിവിം. ഇനി നമ്മൾ നേരെ ഇവിടുന്ന് ടാക്സി എടുത്തിട്ട്, ടാക്സി അല്ല, നമ്മുടെ ബൈക്ക് അവിടെ വന്നിട്ടുണ്ട്. ബൈക്ക് എടുത്തിട്ട് നമ്മൾ അങ്ങനെ പോകും. ഓക്കെ, നമ്മൾ IFFI, അതായത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിലെത്തി. 55ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. അപ്പോൾ ഇവിടെയുള്ള കുറച്ച് കാഴ്ചകൾ ഇങ്ങനെ കാണാം. അപ്പോൾ ഇതാണ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ. ഒരുപാട് സിനിമകൾ, ഇനി ഉള്ള 10 ദിവസം കംപ്ലീറ്റ് സിനിമകൾ കാണാം. ഓരോ രാജ്യത്തിൻ്റെ രസകരമായിട്ടുള്ള ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻസ്, അതുപോലെ തന്നെ സിനിമ ഓഫ് ദ വേൾഡ് കാറ്റഗറിയിലുള്ള സിനിമകളൊക്കെ, അതുപോലെ ഇൻ്റർനാഷണൽ കോമ്പറ്റീഷനൊക്കെ ഉള്ള കാറ്റഗറി സിനിമകളൊക്കെ കാണാൻ ഏറ്റവും പെട്ടെന്ന് 12th ഫെയിൽ എന്ന സിനിമ. അതായത് ഞങ്ങൾ വേറെ ഏതും ബുക്ക് ചെയ്തിട്ടില്ല. ഇന്ത്യൻ സിനിമ നമ്മൾ ഇവിടുന്ന് കാണില്ല, കാരണം അത് എപ്പോഴും നമുക്ക് ആക്സസ് ആണല്ലോ. നമ്മൾ വേറെ രാജ്യങ്ങളുടെ സിനിമയാണ് കൂടുതൽ കാണാൻ ട്രൈ ചെയ്യേണ്ടത്. വേറെ ഏതെങ്കിലും സിനിമ കിട്ടാത്തതുകൊണ്ട് 12th ഫെയിലിന് കയറിയതാണ്. ഓക്കെ, 12th ഫെയിലിൻ്റെ ക്രൂ ഇവിടെ ഉണ്ട്, അതേപോലെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതാവും. ഇത് MHRD, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ ഓരോ ആളുകളുണ്ട് അവിടെ. ഇതൊക്കെ ഇവിടുത്തെ ആങ്കേഴ്സും അതേപോലെ തന്നെ പ്രോഗ്രാം കോർഡിനേറ്റേഴ്സൊക്കെ ഉണ്ടോ. അപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സും ഓരോരുത്തരുണ്ട്. ഈ ഫ്രണ്ട് റോല് ബാക്കിയുള്ള ആളുകളൊക്കെ അവിടെ സജ്ജമായിട്ടുണ്ട്. അതായത് ഈ സിനിമേൻ്റെ ക്രൂ ആളുകൾ. അപ്പോൾ നമ്മൾ മുകളിൽ ഇരുന്നാണ് സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് IFFI. ഇത് ഗോവയിലാണ് നടക്കട്ടോ. ഇവിടെ വരാൻ വേണ്ടിയിട്ട് നമുക്ക് ടിക്കറ്റ് ഉണ്ട്. ഇതുണ്ടോ, അതായത് സംസാരിക്കാൻ കഴിയാത്ത ആളുകൾക്കും ചെവി കേൾക്കാൻ കഴിയാത്ത ആളുകൾക്കൊക്കെ ഉള്ള ഒരുപാട് ഇത്തരത്തിലുള്ള സൈൻ ലാംഗ്വേജിൻ്റെ പരമായിട്ടുള്ള ആങ്കറിങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ച് നമുക്ക് അറിയാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമ്മൾ പറയുന്നില്ല. എന്താണോ അവിടെ സ്റ്റേജിൽ അപ്പുറത്ത് സ്ക്രീന് സൂം ഔട്ട് ചെയ്ത് തരാണ്ടോ, അവിടെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു പരിപാടിയാണ്, എല്ലാവരും കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ ഈ ഫിലിം ഫെസ്റ്റിവലിലേക്ക് വരാൻ വേണ്ടിയിട്ട് IFFI നടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ നിങ്ങൾക്ക് കയറിയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. ഇപ്രാവശ്യം മുതൽ 2000 രൂപയാണ്. ആദ്യം ബുക്ക് ചെയ്യണ 1180 രൂപയാണ്. സ്റ്റുഡൻസ് കാറ്റഗറിയിലാണ് നമ്മൾ ബുക്ക് ചെയ്യുന്നതെങ്കിൽ കംപ്ലീറ്റ് ഫ്രീയുമാണ്. ഓക്കെ, വിനോദ് ചോപ്രൻ്റെ 12th ഫെയിൽ എന്ന സിനിമയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഞാൻ ഈ സിനിമ കംപ്ലീറ്റ് ആക്കിയില്ല, കാരണം ഇതിൽ ഒരു പ്രോംപ്റ്റ് ചെയ്തപ്പോൾ സൗണ്ട് ഭയങ്കര ഹൈ ആയി പോയി. അപ്പോൾ നമുക്ക് കാണാനുള്ളൊരു ഇത് കിട്ടിയില്ല, അതിൽ ഇറങ്ങിപ്പോയതാണ്. ഓക്കെ, ഇത് ഗോവ ടൂറിസത്തിൻ്റെ എന്തോ ഒരാളാണ്. മൂപ്പരെ മൊമെൻ്റോ കൊടുത്തിട്ട് ആദരിക്കുന്നുണ്ട്. ആചരിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. 12th ഫെയിലെ സുന്ദരി ആക്ട്രസ്, സുന്ദരിയും സുമുഖിയുമായിട്ടുള്ള ഓരും ഇവിടെ ഉണ്ട്. ആ പയ്യനും ഇവിടെ ഉണ്ട്. 12th ഫെയിൽ കാണണം, ഒന്നുകൂടെ കാണാൻ പറ്റിയില്ല. നല്ലൊരു മൂവിയാണെന്നാണ് കേട്ടത്. ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ടല്ല കേട്ടോ, ഇവിടെ നമ്മൾ വേറെ ഏതെങ്കിലും സിനിമ ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം ഈ സിനിമ ഒക്കെ നമുക്ക് എപ്പോഴും
നമ്മുടെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അപ്പോൾ നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വേറെയും കുറേ ആളുകളുണ്ട്. നമ്മളെ സുഹൃത്തുക്കളിവിടെ ഉണ്ട്. നമ്മളെ പ്രശാന്ത് ബ്രോ ആൻഡ് ടീമുണ്ട്. അപ്പോൾ അവരോടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകും. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളെ ബഡ്ഡിയാണ്. നമ്മളെ പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ നമ്മളെ കൂടെ പഠിച്ച ആളാണ്. റാം പ്രശാന്ത് ഫ്രം ഹൈദരാബാദ്. പോണ്ടിച്ചേരിയിൽ എന്തെങ്കിലും PhD. Done. No, not yet. बगा दिया. Right now, बगा दिया. I'm in IFLU right now. तो पोंडिचेरी में क्या किया? बगा दिया कसम से बोलो. Yeah, actually I got it in IFLU hometown, so I came hometown. पोंडिचेरी वो ड्रॉप किया. Yeah, I dropped it there. पोंडिचेरी PhD का एडमिशन किती and 2 times net. JRF also finally. 5 time net and JRF. 5 time net. 5 time Net and JRF. 1 time JRF. 1 time JRF. Is that mosquito net? Still JRF is getting. Yeah, I'm getting JRF. Okay. 1 biryani order करो. One very. अवधके students are in. Let's start from here. Name. Hello, I'm Hasini. Rohit. Vamsi. Ajit. Ganesh. We promote Kangova. Don't worry, no one will watch this channel. No, that Instagram. Come on, we also need that. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ഗോവയിലാണ് ഇപ്പം ഉള്ളത്. How you feel like after coming to Goa? We'll have time to More than coming to Goa, I'm feeling very, nostalgic and very happy to meet Shafiq. Shafiq? No, not about Shafiq. Yeah, it is about Shafiq. No, I'm asking what about the Goa? No, You're first time in Goa? Yeah, I'm What first was your time. perception before here, like before coming here? Goa. I was not very much like Goa. I had to come to Goa. Only Russian beach. Thai massage. Sapatika. He likes lady boys. Actually, I was thinking, whenever I go to beach, at home I was thinking, beach means Russians all here. Yesterday I went to beach, Baga beach, there are no Russians, all uncles are there. Tito's Lane. You have to go to Tito's Lane. There will be several dancing. Okay. Not Russian. Only Russian. So happy to meet Shafiq. Shafiq. Malayali. Malayali. What about biryani? Biryani very good, very nice. 3 biryani, 3 full biryani खत्म करके boy. Only warm up. Warm up. It's just a warm up. He is a bodybuilder, Bodybuilder. but biryani. But today cheat code. Cheat day. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നൈസായിട്ട് ഇങ്ങനെ ഇറങ്ങി. ഏകദേശം ഒരു ഈവനിങ് ആയിട്ടുണ്ട്. പിന്നെ IFFIൻ്റെ പൊതുവെ IFFക്ക് IFFIയും IDSFക്കും കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ IFFI കുറച്ചൊരു IFFKൻ്റെ അത്ര ഒന്നുമില്ല. ചില സമയങ്ങളിൽ നല്ല അടിപൊളി സിനിമകളും ഒരു വൈബും ഉണ്ടാകുന്നുണ്ട്. അത് ചില ദിവസങ്ങളിൽ. പിന്നെ ഗോവയുള്ളൂ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വൈബും കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്ത് വരികയാണെങ്കിൽ നല്ല രസമാണ്. പിന്നെ നമ്മൾ വരുമ്പോൾ എപ്പോഴും നമ്മളൊരു ഗ്രൂപ്പ് വേണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് വരണം. അപ്പോൾ ഒരുപാട് സെലിബ്രിറ്റീസ് ഇതേപോലെ ഉണ്ട്. ഇപ്പോൾ കാർത്തിക് സുബ്രാജ് ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ അങ്ങനെ ഓരോരുത്തർ വരും. ഓരോരുത്തർ നമുക്ക് സംസാരിക്കാൻ സമയം കിട്ടുകയാണെങ്കിൽ ഓരോട് കാര്യങ്ങളൊക്കെ ഇതാക്കാം. നമ്മളിതിനെന്തിനാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലത്തിന് ശേഷം നമുക്ക് സ്ക്രീനിൽ കാണാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഓരോ സംഭവങ്ങളാണ്.